إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنك لا تهدي من أحببت ولكن الله يهدي من يشاء وهو أعلم بالمهتدين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനായ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനീ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം സമ്പാദിക്കുന്ന സൽക്കർമ്മനിരതമായ ജീവിതം മരിക്കുന്നത് വരെ നിലനിർത്തണമേ എന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് ജീവിക്കുവാനുള്ള സൗഭാഗ്യ സന്മാർഗം അള്ളാഹു നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്ത് ജീവിതത്തിനിടക്ക് മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ നിഅമത്താണ് പരിശുദ്ധ ദീനിനെ അറിയാനും അതുവഴി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുവാനും കഴിയുക എന്നത്. വന്നിഅമത്തുൽ കുബ്റ ഹിദായത്താണ്. വിശുദ്ധ ഖുർആനിലെ 28-ാം അധ്യായം സൂറത്തുൽ ഖസസിൽ നിന്നുള്ള 56-ാമത്തെ ആയത്താണ് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. ആഗ്രഹിക്കുന്ന പലർക്കും സന്മാർഗം നേടിയെടുക്കാൻ സാധിക്കാതെ പോയത് ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങേയറ്റത്തെ ആഗ്രഹമായിരുന്നു തനിക്ക് ജീവിതത്തിൽ സംരക്ഷണം നൽകിയ, ഒരു പരിധിവരെ പ്രതിബന്ധമായി തീരേണ്ടിയിരുന്ന പ്രബോധന പ്രവർത്തനങ്ങളിൽ വഴി കാണിച്ച, സംരക്ഷണമൊരുക്കിയ അബൂ ത്വാലിബ് ഇസ്ലാം ആശ്ലേഷിക്കുക, ഷഹാദത്ത് ഉച്ചരിക്കുക എന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു തീരുമാനമായിരുന്നു എടുത്തിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിലാഷം അങ്ങേയറ്റമായ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിക്കപ്പെടുന്നതും. പ്രവാചകരെ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, താങ്കൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ, സന്മാർഗം നൽകാൻ സാധ്യമല്ല. ഇത് എത്തിച്ചു കൊടുക്കുക
എന്നതാണ് പ്രവാചകന്മാരടക്കമുള്ള പ്രബോധകന്മാരെല്ലാവരും നിർവഹിച്ചത്. അപ്പൊ ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കാം, അറിയിക്കാം. പക്ഷേ ഹൃദയവിശാലത, ഹൃദയത്തിന്റെ ഉൾവെളിച്ചം, ഉൾവിളി, ഇത് ലഭിക്കാൻ പാകത്തിലുള്ള തൗഫീഖും നിഅമത്തും പടച്ച റബ്ബിന്റെ സവിധത്തിൽ നിന്ന് തന്നെ ലഭിക്കണം. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, ഇഷ്ടപ്പെടുന്നവരെ ഹിദായത്തിലാക്കാൻ സാധ്യമല്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ അവൻ ഹിദായത്തിലാക്കുകയും ചെയ്യും. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, ആരൊക്കെയാണ് സന്മാർഗം സിദ്ധിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി അറിയുന്നവനുമാകുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പിതാവ് ആസർ, ബിംബത്തെ കൊത്തിയുണ്ടാക്കുന്ന പൂജാരിയായ ആസറിന് തൗഹീദിന്റെ കലിമ ഉച്ചരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിശുദ്ധമായ വിശ്വാസത്തിലൂടെ സ്വീകരിക്കുവാനും സാധിക്കാതെ പോയി. അതേപോലെ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഭാര്യ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകൻ, ഇതൊക്കെ ചരിത്രത്തിൽ നമുക്കറിയാവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഹിദായത്ത് ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഫീഖ് അനുസരിച്ച് എത്തിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ, ഹൃദയത്തിന് വിശാലത ലഭിച്ച് ഇസ്ലാമിലേക്ക് ആശ്ലേഷിക്കാൻ സാധിക്കും. ഇസ്ലാം ആശ്ലേഷണത്തിന്റെ പുതുവഴികൾ പലവിധത്തിലായി ചരിത്രത്തിനിടക്ക്, പ്രവാചക കാലത്തും അതിന് ശേഷവുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ പുൽകിയ, പടച്ച റബ്ബിലേക്ക് നടന്നെടുത്ത പല സംഭവങ്ങളും പല ചരിതങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. ഇസ്ലാമിന് യാതൊരു നിർബന്ധവുമില്ല ആളുകൾ നിർബന്ധമായി ഇത് സ്വീകരിച്ചു കൊള്ളണമെന്ന്. ഫമൻ ശാഅ ഫൽയുമിൻ, ഉദ്ദേശിക്കുന്നു എങ്കിൽ, ആഗ്രഹിക്കുന്നു എങ്കിൽ, ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് എങ്കിൽ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് സ്വീകരിക്കാം. വമൻ ശാഅ ഫൽയക്ഫുർ, നിഷേധിക്കുന്ന ആളുകൾക്ക് നിഷേധിക്കുകയും ചെയ്യാം. ആ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്താണ് പടച്ച റബ്ബിന്റെ ഏകത്വവും അസ്തിത്വവും വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ആയത്തുൽ കുർസി. ആയത്തിന് ശേഷം 256-ാമത്തെ ആയത്തിലും അല്ലാഹ് പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ശരി, ആ റബ്ബ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, ഹയ്യാണ്, ഖയ്യൂമാണ്. പക്ഷേ ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ യാതൊരു ബലാത്കാരവുമില്ല. എന്നാൽ ഇസ്ലാമിലേക്ക് ഇഷ്ടപ്രകാരം ആളുകൾക്ക് ഇത് സ്വീകരിക്കാവുന്നതാണ്. പറഞ്ഞു വരുന്നത്, പുതിയ കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ന് മുതൽ വിവിധ കാലഘട്ടങ്ങൾക്കിടക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ പല വഴിക്കായി പുൽകുന്നതിന്റെ കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്, വായിക്കാറുണ്ട് എങ്കിൽ, ഹിദായത്ത് ലഭിക്കുന്ന പല വഴികളെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട് എങ്കിൽ, പുതിയ കണക്കനുസരിച്ച് ഹിദായത്ത് സ്വീകരിക്കപ്പെടുന്നതിന്റെ വ്യത്യസ്തമായ വഴിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഈ അടുത്ത് അങ്ങനെ ഒരു ആർട്ടിക്കിൾ, അതേപോലെ തന്നെ ചില ഡിസ്കഷനുകളൊക്കെ കാണുവാനിടയായി. അമേരിക്കയിലെ പ്യൂ റിസർച്ച് സെന്റർ ഓതന്റിക് ആയിട്ടുള്ള ഒരു റിസർച്ച് സ്റ്റഡി നടത്തുന്ന ഒരു സ്ഥാപനമാണ്. വളരെ വേഗത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന മതം 2015-ന്റെയും 2060-നും ഇടക്കും ജനസംഖ്യ 70% വർദ്ധിക്കും. അതേപോലെ തന്നെ കഴിഞ്ഞ 10 വർഷത്തിനിടക്ക് UK-യിലും ഫ്രാൻസിലും 10 വർഷം കൊണ്ട് 1 ലക്ഷത്തിലധികം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന്. ജർമ്മനിയിൽ പ്രതിവർഷം 4000-ഓളം ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നു. ബ്രിട്ടനിൽ പ്രതിവർഷം പെർ ഇയർ 5000-ഓളം ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയാണ്. അമേരിക്കയിൽ 25,000-ഓളം ആളുകൾ പ്രതിവർഷം ഇസ്ലാം സ്വീകരിക്കുന്നു. അതിൽ കൂടുതലും സ്ത്രീകളാണ് എന്നാണ്. പുതിയ കാല ചർച്ചയിൽ ഇസ്ലാമുമായി ബന്ധപ്പെടുത്തി വിശുദ്ധ ഖുർആനൊക്കെ ഉൾപ്പെടുത്തി സ്ത്രീ വിരുദ്ധമാണ് എന്ന പ്രചണ്ഡമായ പ്രചരണവും അതുവഴി ഇസ്ലാമോഫോബിയയും ഒക്കെ സൃഷ്ടിക്കാറുണ്ട് എങ്കിൽ, പ്രതിവർഷം അമേരിക്കയിൽ 25,000-ലധികം ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നു. അതിൽ ഓൾമോസ്റ്റ് സ്ത്രീകളാണ് എന്നാണ്. അപ്പൊ ഇങ്ങനെ ഇസ്ലാമിന്റെ വളർച്ചയും ഇസ്ലാം ആശ്ലേഷണവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനിടക്ക് വന്ന പഠനം, അമേരിക്കയിലെ ഒരു ചാനൽ CBS ന്യൂസ് റിപ്പോർട്ട് അനുസരിച്ച് ദ സ്റ്റേറ്റ് ഓഫ് സ്പിരിച്വാലിറ്റി വിത്ത് ലിസ ലിങ് റിപ്പോർട്ടിൽ നിന്ന് അവർ പങ്കുവെക്കുന്നു, ഇസ്ലാമിലേക്ക് വ്യത്യസ്ത അമേരിക്കൻ ജയിലുകളിൽ നിന്നുള്ള ജയിൽ പുള്ളികൾ അവർ മോക്ഷത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി, നല്ല വഴിക്ക് വേണ്ടി ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന്.
റാമി നസൂർ എന്ന് പറയുന്ന ത്വയ്ബ ഫൗണ്ടേഷൻ ഡയറക്ടർ, ആ ഡയറക്ടറുമായുള്ള ഒരു അഭിമുഖമുണ്ട്. ആ അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസിൽ പറയുകയാണ്, 13,000-ഓളം ജയിൽ പുള്ളികൾ, കുറ്റവാളികൾ കോണ്ടാക്ട് ചെയ്തു. അതിൽ 90%-ലധികവും ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. എന്താണ് അതിന്റെ കാരണം? ദൈവസ്മരണയും സമർപ്പണത്തിന്റെ മതവും 5 വക്ത് നമസ്കാരവും ദയവും കാരുണ്യവും മനുഷ്യന്റെ ആത്മാവിനോട് സംസാരിക്കുന്ന അകമ്പരുള്ള ആത്മീയത, അത് ഇസ്ലാമിന് മാത്രം വേറിട്ടതാണ്. അങ്ങനെ കൃത്യമായ കണക്കനുസരിച്ച് തടവറകളിൽ നിന്ന് വെളിച്ചം സ്വീകരിക്കുന്നവരിൽ അമേരിക്കയിൽ പ്രതിവർഷം 35,000-നും 40,000-നും ഇടക്കുള്ളവർ ഇസ്ലാം സ്വീകരിക്കുന്നു. തടവറയിൽ നിന്ന്, ജയിൽ പുള്ളികളിൽ നിന്ന്, കുറ്റവാളികളിൽ നിന്ന്. ഓസ്ട്രേലിയ, UK, ഫ്രാൻസ്, ജർമ്മനി, ഫിലിപ്പീൻസ്, ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നായി പ്രതിവർഷം ആയിരക്കണക്കിന് ആളുകൾ ജയിലുകളിൽ നിന്ന് ഇസ്ലാം സ്വീകരിക്കുന്നു. മതിലുകൾ ഇനി അവർക്ക് ഇസ്ലാമിന്റെ വെളിച്ചം തടസ്സപ്പെടുത്താൻ സാധ്യമല്ലാത്ത വിധത്തിൽ അവർ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപത്തിൽ നിന്ന് പാവനത്വമുള്ള, പാപമോചനമുള്ള ജീവിത വഴിയിലേക്ക് ഇരുട്ടിൽ നിന്ന് മാറി സഞ്ചരിക്കുവാൻ അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അതിനു വേണ്ടി ഗൈഡ് ലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് റാമി നസൂർ ത്വയ്ബ ഫൗണ്ടേഷൻ ഡയറക്ടർ പങ്കുവെക്കുകയാണ്. ശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ വല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മനുഷ്യരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴി നടത്തുന്നവർ. പലവിധ ഇരുട്ടുകളിലാണ്. നമ്മൾ ജയിലെന്ന് കേൾക്കുമ്പോൾ ഇരുട്ടും അതേപോലെ തന്നെ തിന്മയും അത് കുറ്റകൃത്യങ്ങളും ഒക്കെയാണ് എങ്കിൽ, ആൻഡേഴ്സൺ എന്ന് പറയുന്ന മനുഷ്യൻ കൂട്ടക്കൊലപാതകത്തിന്റെ 30 വർഷം ജീവപര്യന്തം വിധിച്ച ആൻഡേഴ്സൺ മുഹമ്മദ് അമീനായി ഇസ്ലാം സ്വീകരിച്ച അദ്ദേഹത്തോടുള്ള അനുഭവം അൽ ജസീറയുടെ ഇംഗ്ലീഷ് ചാനലിലെ ദ സ്ട്രീം എന്ന് പറയുന്ന പ്രോഗ്രാമിൽ അഭിമുഖം നടത്തുന്നുണ്ട്. അൽ ജസീറയുടെ ദ സ്ട്രീം എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ആൻഡേഴ്സണുമായുള്ള അഭിമുഖം, അതേപോലെ തന്നെ മറ്റ് പലരുമായിട്ടുള്ള അഭിമുഖം. പറഞ്ഞു വരുന്നത്, ജയിലുകളിൽ നിന്ന് പോലും ഇസ്ലാമിന്റെ പ്രഭ പരന്നുകൊണ്ടിരിക്കുകയാണ്. അത് അമേരിക്കയിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള സംസ്ഥാനം തമിഴ്നാട്ടിൽ നിന്ന് 1935 ജനിച്ച, അതിൽ 1935 ജനിച്ച് 1987 ഇസ്ലാം സ്വീകരിച്ച അടിയാർ എന്ന് പറയുന്ന മനുഷ്യൻ 1975 അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലായതാണ്. അടിയാർ എഴുത്തുകാരനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്, സാഹിത്യകാരനാണ്, നാടകകൃത്താൾ. 100-ലധികം ഗ്രന്ഥങ്ങൾ, നോവലുകൾ എഴുതിയിട്ടുണ്ട്. 10-15-ലധികം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. 1975 അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലായപ്പോ ജയിലിൽ വെച്ചുകൊണ്ട് സലീം എന്ന് പറയുന്ന മുസ്ലിം സഹോദരനെ പരിചയപ്പെടുകയും അദ്ദേഹത്തിന്റെ പെരുമാറ്റവും സഹവാസവും സംസാരവും അതേപോലെ തന്നെ അദ്ദേഹം വായിക്കുന്ന വിശുദ്ധ ഖുർആന്റെ പരിഭാഷ, ആ പരിഭാഷ വാങ്ങി വായിക്കുകയും 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 2-ാം ജുസിലെ 2-ാമത്തെ പേജിലെ ഒരായത്തിന്റെ ഒരു ഭാഗം സ്ട്രൈക്ക് ചെയ്യാണ്, സ്വാധീനിക്കുകയാണ്. ഫലാ തഖ്ശൗഹും വഖ്ശൗനി, നിങ്ങൾ അവരെ ഭയപ്പെടരുത്, നിങ്ങൾ എന്നെ ഭയപ്പെടണം. ആ ആയത്തിന്റെ ആ ഭാഗം സ്വാധീനിക്കുകയും കൂടുതൽ കൂടുതൽ വായിക്കുകയും അതിന്റെ മുന്നോടിയായി തുടങ്ങി വെച്ച ദൈവത്തെ സംബന്ധിച്ചും അതേപോലെ മതങ്ങളെക്കുറിച്ചുമുള്ള പഠനം, ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച്, സിഖ് മതത്തെക്കുറിച്ച്, ജൈന മതത്തെക്കുറിച്ച്, ഹൈന്ദവതയെക്കുറിച്ചൊക്കെ നിരീശ്വരവാദിയായ അടിയാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടക്കാണ് വിശുദ്ധ ഖുർആൻ ലഭിക്കുന്നത്. ഖുർആൻ സലീമിൽ നിന്ന് വാങ്ങി വായിച്ചു. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന തിയോളജി, ദൈവശാസ്ത്രം, വിശുദ്ധ ഖുർആനിലെ 112-ാം അധ്യായം സൂറത്തുൽ ഇഖ്ലാസ്, ദൈവം ഏകനാണ്, മധ്യവർത്തികളുടെ ആവശ്യമില്ല എന്ന രൂപത്തിലുള്ള വിശുദ്ധമായ വിശ്വാസം അദ്ദേഹത്തിന്റെ മനസ്സിനെ ഉടക്കുകയും അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയുമാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ചിറയിൻചാലിൽ നിന്ന് പള്ളിവാസൽ വരെ, ചിറയിച്ചാലിൽ നിന്ന് പള്ളിവാസൽ വരെ, അഥവാ ജയിലിൽ നിന്ന്, തടവറയിൽ നിന്ന് പള്ളിയിലേക്ക് എന്ന് പറയുന്നു. അതേപോലെ തന്നെ അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പുസ്തകം എഴുതി, ദ ഇസ്ലാം ഐ ലവ്, ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം, ഞാൻ കാതലിക്കും ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകം രചിച്ചു. പറഞ്ഞു വരുന്നത്, ജയിലിൽ നിന്ന് ഇസ്ലാം നുകർന്നവർ. എൻ്റെ നാടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു സഹോദരൻ, ആ സഹോദരന്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നായിരുന്നു. അദ്ദേഹവും കുറ്റവാളിയായി ജയിലിൽ അകപ്പെട്ടു. ജയിലിൽ അകപ്പെട്ട സമയത്ത് നിരാശ ബാധിച്ച് വലിയ മനസ്സംഘർഷമുണ്ടായി, കുറ്റബോധമുണ്ടായി. ഇനി എന്ത്, എങ്ങോട്ട് എന്ന അദ്ദേഹത്തിന്റെ ആലോചനയും അന്വേഷണവും ആത്മവിമർശന ചിന്തയും അവസാനം വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലേക്ക് എത്തിക്കുകയും ഇസ്ലാമിന്റെ വെളിച്ചം നുകരുകയും പിന്നീട് അദ്ദേഹം അത് പകർന്നുകൊണ്ടിരിക്കുകയുമാണ്. വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 53-ാമത്തെ ആയത്ത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു
അലാ അൻഫുസിഹിം ലാ തഖ്നുതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അദ്ദേഹം ഇങ്ങനെ പറയാം. നേരിട്ട് സംസാരിക്കുമ്പോഴും അനുഭവം പറഞ്ഞിട്ടുണ്ട്, അഭിമുഖങ്ങളിലും അത് പറഞ്ഞിട്ടുണ്ട്. ഖുൽ, പ്രവാചകരെ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു പോയ എന്റെ അടിമകളെ. അല്ലാഹ് അങ്ങനെയാ വിളിക്കുന്നത്, കുറ്റവാളികളായ ആളുകൾ അല്ലെ. അള്ളാഹുവിന്റെ റസൂൽ അറിയിച്ചിട്ടുണ്ടല്ലോ, കുല്ലു വലദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യരും പ്രസവിക്കപ്പെടുന്നത്, ജനിക്കപ്പെടുന്നത് അൽ ഫിത്രയിലാണ്, അഥവാ ശുദ്ധ പ്രകൃതത്തോടു കൂടിയാണ്. ആരും വ്യഭിചരിക്കുന്നവരായി, കൊലപാതകിയായി, ലഹരി നുണയുന്നവരായി, അത് ഷെയർ ചെയ്യുന്നവരായി, അത് കൊടുക്കുന്നവരായി, അക്രമം പ്രവർത്തിക്കുന്നവരായി ആരും ജനിച്ചു വീഴുന്നില്ല. സാഹചര്യങ്ങളാണ് മനുഷ്യനെ അതിലേക്ക് എത്തിക്കുന്നത്. കുല്ലു വലദിൻ യൂലദു അലൽ ഫിത്ര. അതുകൊണ്ടായിരിക്കാം പടച്ചറബ് സ്നേഹത്തിന്റെ ഭാഷയിൽ അടിമകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാപമോചനത്തിന്റെ തെളിനീരിനെ കുറിച്ച് പങ്കുവെക്കുന്നത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അന്യായം പ്രവർത്തിച്ച, അക്രമം ചെയ്തു പോയ, കുറ്റങ്ങളിൽ അകപ്പെട്ടു പോയ എന്റെ അടിമകളെ, ലാ തഖ്നുതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടരുത്. എനിക്കിനി നന്നാകാൻ സാധിക്കുമോ, തിരിച്ചു വരാൻ കഴിയുമോ എന്നാരെങ്കിലും വിലപിക്കുന്നു എങ്കിൽ, നിരാശപ്പെടുന്നു എങ്കിൽ, ആശ്വാസമാണ്, പ്രതീക്ഷയാണ്, പ്രകാശമാണ് ഈ സൂക്തം എന്ന് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ പറയാൻ ഈ ആയത്ത് വായിക്കുകയുണ്ടായി. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്ന്. പടച്ച റബ്ബിലേക്ക് തിരിഞ്ഞു നടന്നാൽ, തെറ്റുകൾ തിരുത്തി കഴിഞ്ഞാൽ, അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, അള്ളാഹുവിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ, പാപമോചനം തേടി ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാനുള്ള ഒരുക്കം നടത്തിക്കഴിഞ്ഞാൽ പടച്ച റബ്ബ് പാപങ്ങൾ പൊറുത്തു തരുന്നതാണ്. പിന്നെ ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ്. അതാണ്, പുതിയ മനുഷ്യനായി തീരുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബ ലഹ്. അത്തായിബു മിനദ്ദംബി, പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുന്നവൻ, അന്നേ വരെ അവൻ ചെയ്തത് എന്തൊക്കെയാകട്ടെ, പാപമോചനത്തിന്റെ വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കമല്ലാ ദംബ ലഹ്, പിന്നെ പാപം പ്രവർത്തിക്കാത്തവനെ പോലെയാണ് എന്ന്. ഇസ്ലാം പുൽകുന്നവർ, ഇസ്ലാം ആശ്ലേഷിക്കുന്നവർ, ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവർ, വിശിഷ്യ ജയിലറകളിൽ നിന്ന്, തടവറകളിൽ നിന്ന് ഇസ്ലാമിന്റെ വെളിച്ചം നുകരുന്ന ആളുകൾ അതുവരെ ചെയ്ത പാപങ്ങളൊക്കെ പടച്ചറബിലേക്ക് ഏറ്റുപറഞ്ഞ് പൊറുപ്പിച്ച് എന്നിട്ട് പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ പ്രചാരകർ പോലും ആയിത്തീരുകയാണ്. അഥവാ മറ്റുള്ളവർക്ക് ഹിദായത്ത് എത്തിക്കുന്നവരായി തീരുകയാണ്. കാരണം അവർ ഈ ദഅവത്തിന്റെ, ഈ വെളിച്ചമെത്തിക്കലിന്റെ ഗൗരവവും അതിന്റെ പ്രാധാന്യവും അതിന്റെ പ്രതിഫല സാധ്യതയും മനസ്സിലാക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫവല്ലാഹി, അല്ലാഹുവാണേ സത്യം, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ, ഒരു മനുഷ്യനെങ്ങാനും നീ വഴി ഇസ്ലാം പുൽകുകയാണ് എങ്കിൽ, ഖയ്യർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതുവഴി നിനക്ക് നൽകുന്നത് ഖൈറുൽ ലക മിൻ ഹുമരിൻ നഅം, ഒട്ടകം, ചുവന്ന ഒട്ടകത്തേക്കാൾ വലിയ പ്രതിഫലവും സൗഭാഗ്യവുമാണ് നിനക്ക് ലഭിക്കുന്നത് എന്ന്. റബികളെ സംബന്ധിച്ചിടത്തോളം ചുവന്ന ഒട്ടകം എന്ന് പറയുന്നത് വലിയ വിലപിടിപ്പുള്ള കാറിനേക്കാൾ വിലപ്പെട്ടതാണ്. ആ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കുവച്ചത്, നിങ്ങൾ വഴി ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കുകയാണ് എങ്കിൽ ഈ ലോകത്ത് മറ്റെന്ത് ലഭിക്കുന്നതിനേക്കാളും വലുതാണ്. ആകാശ ഭൂമികൾക്കിടക്ക് ഒരു മനുഷ്യൻ, ഒരു വിശ്വാസിക്ക് നിർവഹിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സൽപ്രവൃത്തി എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള വിളിയാണ്. ആ വിളിയാണ് ജയിലറയിലുള്ള ആളുകൾക്ക് തൗബ ഫൗണ്ടേഷൻ വഴി ആ സഹോദരൻ നസർ അദ്ദേഹം നിർവഹിച്ചതും ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുവാൻ കാരണക്കാരായി തീർന്നതും അവരുടെ പാപക്കറ കഴുകിക്കളഞ്ഞ് ഒരു പുനർജന്മത്തിലൂടെ പുതു ഇസ്ലാം സ്വീകരിക്കുന്നതിലൂടെ ഒരു പുതുജീവിതത്തിലേക്ക് അവർക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്തു. അതിനവർ ഒരുങ്ങുകയും ചെയ്തു. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, ഒരു സമൂഹത്തെയും, ഒരു വ്യക്തിയെയും, ഒരു മനുഷ്യനെയും അല്ലാഹു മാറ്റുകയില്ല. ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, സ്വന്തത്തിൽ മാറാനുള്ള ഒരു ജിജ്ഞാസ, ഒരാകാംക്ഷ, ഒരന്വേഷണം, ഒരു താല്പര്യം, ഒരു ഇന്റൻഷൻ ഉണ്ട് എങ്കിൽ ആർക്ക് എവിടെ എങ്ങനെയാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുക എന്ന് പറയാൻ സാധ്യമല്ല. ഒന്നുമല്ലാതായി തീരാൻ സാധ്യതയുള്ള ഒരു കൂട്ടം മനുഷ്യരാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, തടവറയിൽ നിന്ന് അവരുടെ ജീവിതത്തെ മാറ്റിപ്പണിതത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലഭിച്ച കുടുംബപരമായി വന്നണഞ്ഞ ഹിദായത്ത് നഷ്ടപ്പെടാതെ കരുതുകയും മറ്റുള്ളവർക്ക് ഹിദായത്ത് ലഭിക്കാൻ പാകത്തിലുള്ള മനോഹരമായ ഇസ്ലാമിക ജീവിതം മരിക്കുവോളം നയിക്കുവാനുള്ള പ്രതിജ്ഞ പുതുക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ഇലൽ ഇസ്ലാം വഹുവല്ലദീ അക്രമനാ ബിൽ ഖുർആൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റിളയും മഹബത്തും നേടിയെടുക്കുന്ന സൽക്കർമ്മകാരികളിൽ ഉൾപ്പെടുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ കാലത്തും ഇസ്ലാമിൻ്റെ വെളിച്ചം നുകരുന്ന പതിനായിരങ്ങൾ നമുക്കിടക്കുണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, ഇസ്ലാമിനെ അരിക്കാക്കാൻ, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ, ഭീകരമുദ്ര ചാർത്താൻ, വംശീയമായി വർഗീയമായി അധിക്ഷേപിക്കാൻ ആഗോളതലത്തിലായിരുന്നാലും ദേശീയ അടിസ്ഥാനത്തിലായിരുന്നാലും സാക്ഷര സമ്പന്ന മൈത്രി പൈതൃകമുള്ള കേരളക്കരയിലടക്കം ഉത്തരവാദിത്തമുള്ളവരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവന, പല വിവാദങ്ങൾ, ലാൻഡ് ജിഹാദും ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും അവസാനം ഹിജാബിൽ തട്ടത്തിൽ പിടിച്ചു വലിക്കലുമൊക്കെയായിട്ട് പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈരുദ്ധ്യങ്ങളിലൂടെ നമ്മുടെ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ അടിസ്ഥാനത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന പലതും നമുക്കറിയാവുന്നതാണ്. ന്യൂയോർക്കിൽ മംദാനി അവിടെ ഹയർ പോസ്റ്റിലേക്ക് ചെയർമാനായി, മേയറായിട്ട് കടന്നു വന്ന വാർത്ത ലോകത്ത് അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലപാട് ഉയർത്തിപ്പിടിച്ചതിൻ്റെ പേരിൽ സ്ഥാനം നഷ്ടപ്പെടാതെ തന്നെ ആ സമൂഹത്തിൽ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് ശക്തി പകർന്നുകൊണ്ട് അദ്ദേഹം മേയർ പദവിയിൽ, അവിടെ ന്യൂയോർക്കിൻ്റെ മേയർ മാത്രമല്ല, ലണ്ടൻ്റെ മേയർ സാദിഖ് ഖാൻ, ഇങ്ങനെ പലയിടങ്ങളിൽ പല മാറ്റങ്ങളും. അവരൊക്കെ ഇസ്ലാമിനോട് കംപ്ലീറ്റ് കമ്മിറ്റ്മെൻ്റ് ആണോ എന്നതിലപ്പുറം മനുഷ്യപക്ഷത്ത്, നീതിയുടെ പക്ഷത്ത്, പീഡിതരുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ പേര് ഇസ്ലാമായി മുസ്ലിമായി മാറിക്കഴിഞ്ഞാൽ വേട്ടയാടപ്പെടുന്ന ഒരു ലോകത്ത് അമേരിക്കൻ ഐക്യനാടുകളിലെ വൺ ഓഫ് ദ വേൾഡിൽ ഗ്രേറ്റസ്റ്റ് സിറ്റിയാകുന്ന ന്യൂയോർക്കിൻ്റെ മേയർ പദവി പുതിയ കാല സമവാക്യങ്ങൾക്കിടക്ക് അലങ്കരിക്കാനും നേടാനും സാധിക്കുക എന്ന് പറയുന്നത് അത് വലുത് തന്നെയാണ്. പറഞ്ഞു വരുന്നത് ഇങ്ങനെ പല മാറ്റങ്ങൾ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക ഉമ്മത്ത്, മുസ്ലിം സമൂഹം, അതിനിടക്ക് പരീക്ഷണങ്ങൾ പലതും കടന്നു പോകുന്നുണ്ടെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും ചൂളിപ്പോകാതെ പിടിച്ചു നിൽക്കാൻ പാകത്തിലുള്ള ശുഭവാർത്തകൾ. വിശുദ്ധ ഖുർആനിലെ 63-ാം അധ്യായം സൂറത്തുൽ മുനാഫിഖൂൻ, കപട വിശ്വാസികൾ. പലരും കാപട്യം കാണിക്കുന്നുണ്ട് പല വിഷയങ്ങളിലും. പക്ഷേ വിശ്വാസികൾ എപ്പോഴും മനസ്സിരുത്തേണ്ടതും മനസ്സിലാക്കേണ്ടതും വലില്ലാഹിൽ ഇസ്സത്ത് വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ, തീർച്ചയായും വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ സവിധത്തിൽ നിന്നാണ് ഇസ്സത്ത്. അതേപോലെ പടച്ച റബ്ബിലാണ് ഇസ്സത്തുള്ളത്, പ്രവാചകനും ഇസ്സത്തുണ്ട്. അതുപോലെ തന്നെ വലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കും ഇസ്സത്തുണ്ട് എന്ന് തിരിച്ചറിയണം. പല വഴിക്കായിട്ട് പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ഇല്ലാത്ത തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ പ്രഭയും ഇസ്ലാമിന്റെ വെളിച്ചവും അങ്ങനെ കെടുത്തിക്കളയാമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അലോസരം ചില്ലറയൊന്നുമല്ല. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 32-ാമത്തെ ആയത്തിൽ യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹ്, യുരീദൂന, അവർ പലരും പല രാജ്യങ്ങളിലും പല ദേശങ്ങളിലും പല മാധ്യമങ്ങളിലൂടെയും അവർ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ് അൻ യുത്ഫിഉ നൂറല്ലാഹ്, അള്ളാഹുവിന്റെ പ്രകാശത്തെ കെടുത്തിക്കളയാൻ, ഇസ്ലാമിക് ഐഡന്റിറ്റി ഒന്ന് ഉടച്ചു കളയാൻ, ഇസ്ലാമിനെ അങ്ങ് അരികവൽക്കരിക്കാൻ, ഒന്നുമല്ലാതാക്കി തീർക്കാൻ, പല ചാപ്പയടിക്കാൻ. യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിം, അവരുടെ വായ കൊണ്ട്, അവരുടെ സാങ്കേതിക സൗകര്യങ്ങൾ കൊണ്ട്, അവരുടെ എഫേർട്ട് കൊണ്ട്. വയഅബല്ലാഹ്, എന്നാൽ അല്ലാഹു സമ്മതിക്കുകയില്ല. ഇല്ല അൻ യുതിമ്മ നൂറഹു, അള്ളാഹുവിന്റെ പ്രകാശം പൂർത്തീകരിക്കാനല്ലാതെ അള്ളാഹു സമ്മതം നൽകുകയില്ല. വലൗ കരിഹൽ കാഫിറൂൻ, നിഷേധികളിൽ വംശീയവാദികൾ, വർഗീയവാദികൾ, ഭീകരവാദികൾ, സയനിസ്റ്റുകൾ, ഫാസിസ്റ്റുകൾ, ആരൊക്കെയാകട്ടെ എവിടെയൊക്കെയാകട്ടെ
ഏതൊക്കെ നിഷേധികൾ എത്രമേൽ അവരുടേതായ സങ്കുചിത താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പല സാധ്യതകളിലൂടെ, പല നിമിത്തങ്ങളിലൂടെ, പല കാരണങ്ങളിലൂടെ, പല ഫാക്ടേഴ്സുകളിലൂടെ ഈ ദീനിന്റെ പ്രകാശത്തെ, ഈ ദീനിന്റെ ചർച്ചയെ, ഇസ്ലാമിന്റെ പ്രഭയെ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ മനോമുകുരങ്ങളിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുമെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവാണ് ഈ വെളിച്ചം വിശാലമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടത്, ഒന്നാം ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ഈ വെളിച്ചം പ്രകാശിതമായി തീരും, കൂടുതൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടായിത്തീരും, ഹിദായത്ത് പലരിലേക്കും ലഭിക്കാൻ തുടങ്ങും. പക്ഷേ നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ, നമ്മുടെ മക്കളുടെ അവസ്ഥ, ഇസ്ലാമിക സമൂഹത്തിന്റെ അവസ്ഥ, മക്കളെ പോറ്റി വളർത്തി പഠിപ്പിച്ച് വലുതാക്കി ഒന്നിനാത്രം പോന്നവരാക്കി തീർത്ത് നല്ല പ്രൊഫഷനിലേക്ക് എത്തി അവസാനം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ഹിദായത്ത് നഷ്ടപ്പെടുത്തി ഐഹികവും പാരത്രികവും ഒന്നുമല്ലാതാക്കി തീർത്ത് മറ്റുള്ളവരുടെ കൂടെ കടന്നു കളയുന്ന, ഒളിച്ചോടുന്ന, ബാലിശമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, നശ്വരമായ സുഖത്തിന് വേണ്ടി, ആഗ്രഹത്തിന് വേണ്ടി ഹിദായത്തെന്ന ഈ ലോകത്തൊരു മനുഷ്യന് ലഭിക്കേണ്ട ഏറ്റവും കനപ്പെട്ട നിഅമത്ത് നഷ്ടപ്പെടുത്തുന്ന ഹതഭാഗ്യരിൽ, ഉത്തരവാദിത്തമില്ലാത്തവരിൽ ഉൾപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് ആലോചിക്കണം. അതുകൊണ്ടൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മരിക്കുന്നത് വരെ ഇസ്ലാമായി തീരും, മുസ്ലിങ്ങളായി തീരും എന്നാരെങ്കിലും വിചാരിക്കുന്നു എങ്കിൽ ആ കാലം കഴിഞ്ഞു. മറ്റുള്ളവർ ഇസ്ലാമിനെ പഠിച്ച് ആശ്ലേഷിക്കുന്നത് പോലെ ഫഅലം, നമ്മളും പഠിക്കണം, അറിയണം, മക്കളെ പഠിപ്പിക്കണം. അറിവിന്റെ അടിസ്ഥാനത്തിൽ ഈമാൻ, യഖീൻ അത് തീർക്കാൻ കഴിയണം. അങ്ങനെ ശക്തമായ ഈമാനിന്റെ പ്രതലത്തിൽ നിന്നുകൊണ്ട് സൽക്കർമ്മ നിരതമായി ജീവിക്കുവാനും കഴിയണം. അതിനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കണം. കുടുംബത്തിൽ മക്കളുമായി, നമ്മൾ ഇടപഴകുന്നവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടെ പ്രാർത്ഥിക്കുകയും വേണം. നമസ്കരിക്കുമ്പോൾ 17 റക്അത്തിൽ ഇമാമെന്നോ മൗമൂമെന്നോ വ്യത്യാസമില്ലാതെ സൂറത്തുൽ ഫാത്തിഹ നിർബന്ധമായി പാരായണം ചെയ്യുമ്പോൾ ആ പാരായണത്തിൽ പ്രാർത്ഥനയുടെ ബഹുവചനത്തിൽ വേണ്ടപ്പെട്ടവരെ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കാനുള്ള മനസ്സും നിയ്യത്തും നമ്മൾ കാണിക്കണം, ഹിദായത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങളെ, എൻ്റെ ഇണയെ, എൻ്റെ മക്കളെ, മകനെ, മകളെ, വേണ്ടപ്പെട്ടവരെ, ഇഹ്ദിന ഞങ്ങളെ നീ വഴി നടത്തണം, അസ്സിറാത്തൽ മുസ്തഖീം ചൊവ്വായ പാതയിൽ, സന്മാർഗ സരണിയിൽ മരിക്കുവോളം പരലോകമോക്ഷം ലഭിക്കുന്ന ഇസ്ലാമിക് ഹിദായത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണം എന്ന പ്രാർത്ഥനാ മനസ്സ് ഉൾപ്പെടുത്തിയായിരിക്കണം നമസ്കാരത്തിലെ ഫാത്തിഹയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടത്, ആയത്ത് പാരായണം ചെയ്യേണ്ടത്. കൂടെ സന്മാർഗം നഷ്ടപ്പെടാതിരിക്കാനുള്ള പ്രത്യേക പ്രാർത്ഥനയും പ്രാർത്ഥനകൾക്കിടക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യണം. റബ്ബന ലാ തുസിഅ ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിൽ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുസിഅ ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ മാറ്റിമറിക്കരുത്. ബഅദ ഇദ് ഹദൈതന, നീ ഞങ്ങൾക്ക് സന്മാർഗം നൽകിയതിന് ശേഷം, നമുക്ക് സന്മാർഗം കിട്ടി, പഠിച്ച് പണിയെടുത്ത് അധ്വാനിച്ച് അറിവന്വേഷണം നടത്തി ആഴത്തിൽ ചിന്തിച്ച് ഒരുപാട് നഷ്ടങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടല്ല നമ്മിൽ പലരും, നമ്മളൊക്കെ ഇസ്ലാം പുൽകിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞവർക്കൊക്കെ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇസ്ലാം ആശ്ലേഷണത്തോടു കൂടിയെങ്കിൽ നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ പുതിയ കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വലിയ നഷ്ടമാണ്. അത് ഇസ്ലാം തന്നെയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മറ്റുള്ളവർക്ക് ഇസ്ലാം ലഭിക്കുമ്പോൾ നശിച്ചു പോകാനുള്ള മറ്റെന്തും ഈ ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അനശ്വരമായി അമരത്വം നൽകുന്ന ഇസ്ലാം അവർക്ക് ലഭിക്കുകയാണ്. നമുക്കാണെങ്കിലോ ദുനിയാവിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ലഭിക്കുകയും എന്നാൽ വലിയ സാധ്യതയുള്ള ഇസ്ലാമിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവിവേകം കാണിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ശ്രദ്ധ വേണം, തീർച്ചയായും കരുതലുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗത്തിൽ നമ്മെ അടിയുറച്ചു നിർത്തി തരുമാറാകട്ടെ. അല്ലാഹുവേ, ഹിദായത്ത് നഷ്ടപ്പെടാത്ത വിധത്തിൽ നിരന്തരമായ സൽക്കർമ്മവും പ്രാർത്ഥനയും പങ്കുവെക്കലും പ്രബോധനവും നിർവഹിക്കുന്ന ഉത്ബുദ്ധരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ സതുദ്യമങ്ങളെയും നീ വിജയിപ്പിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹലാലായ അനുവദനീയമായ മുറാദുകളെ, ആഗ്രഹങ്ങളെ നീ പൂർത്തീകരിച്ച് തരണമേ നാഥ. ഞങ്ങളിൽ രോഗികളായ ആളുകൾ, പ്രയാസപ്പെടുന്ന ആളുകൾ, പരീക്ഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ആളുകൾ നീ തുറവിയും ശമനവും നൽകണമേ നാഥ. വലിയ അസുഖങ്ങളെ തൊട്ട് ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലസ്തീനിന്റെ മണ്ണിൽ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവേ, വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും 300ഓളം ആളുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പടച്ചറബ്ബേ, സമാധാനം പ്രദാനം ചെയ്യണമേ നാഥ. ആഫ്രിക്കയിലെ സുഡാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറെ കണ്ണീരണിയിക്കുന്ന വലിയ പ്രയാസങ്ങൾ,
പാവപ്പെട്ട പീഡിത ജനവിഭാഗങ്ങൾ, പല ആളുകളും അവിടുത്തെ ഭൗതികമായ സ്വത്തിലും സ്വർണത്തിലും അതേപോലെ തന്നെ വലിയ ശേഖരങ്ങളിലൊക്കെ കണ്ണ് പതിപ്പിച്ചുകൊണ്ട് ആ നാട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാൻ പല രൂപത്തിലുള്ള ആസൂത്രണം നടത്തുന്നു. അള്ളാഹുവേ, ആ സമൂഹത്തെ നീ സംരക്ഷിക്കണമേ നാഥ. പീഡിത ജനവിഭാഗത്തിന് നീ സമാധാനം നൽകണമേ നാഥ. അശാന്തിയിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും പോകുന്ന മണ്ണിനെ സമാധാനത്തിലേക്കും സംരക്ഷിതമായ അവസ്ഥയിലേക്കും നീ തിരിച്ചു കൊണ്ടുവരണമേ റബ്ബേ. അള്ളാഹുവേ, മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ നാഥ.